നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ ഏറെക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നിഫ്റ്റി 23,750 എന്ന ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, HDFC ബാങ്ക് തുടങ്ങിയ മുൻനിര ബാങ്കിങ് കമ്പനീസ് നടത്തിയ ശക്തമായിട്ടുള്ളൊരു 800 പോയിൻറ്റിൻ്റെ റാലിയിൽ ബാങ്ക് നിഫ്റ്റിയും ഓൾ ടൈം ഹൈ ആണ്. ICICI ബാങ്ക് $100 ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് എത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം മിഡ് ക്യാപ്പിൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. കൂടാതെ തന്നെ റാലി രേഖപ്പെടുത്തിയ കുറച്ച് കമ്പനീസിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. എങ്കിൽ കൂടിയും നമ്മളുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം യൂറോപ്യൻ മാർക്കറ്റായിട്ടുള്ള ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ റെഡിലായിരുന്നിട്ട് പോലും, അതല്ലെങ്കിൽ US മാർക്കറ്റ് നാസ്ഡാക്ക് റാലി രേഖപ്പെടുത്തിയപ്പോൾ ഡോ ഏകദേശം ഒരു 300 പോയിൻറ്റിൻ്റെ അടുത്ത് ഇടിഞ്ഞിട്ട് പോലും നിഫ്റ്റിയിൽ യാതൊരു ഇടിവോ കാര്യങ്ങളൊന്നും കണ്ടില്ല. പ്രധാന കാരണം ഇന്നലെ FIS ബൈയിങ് മോഡലായിരുന്നു ഉണ്ടായിരുന്നത്. FIS 1176 കോടി രൂപക്ക് ബൈ നടത്തി. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസവും തിങ്കളാഴ്ച ദിവസവും FIS സെല്ലിംഗ് മോഡിലേക്ക് 2 ദിവസം പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ വീണ്ടും തിരികെ എത്തി 1176 കോടി രൂപ. സ്വാഭാവികമായ രീതിയിൽ വളരെ കാലങ്ങളായിട്ട് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തു പോകുന്ന DIs ഇന്നലെ ചെറിയ തോതിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി. 149 കോടി രൂപയുടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇന്നലെ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തിയത്. അപ്പോൾ മാർക്കറ്റ് ഇന്ന് ബുധനാഴ്ച ദിവസം ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. ആദ്യം നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ആദ്യം CE ഇൻഫോസിസ്റ്റം കമ്പനിയാണ്. ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് ഈ ഒരു കമ്പനിയിൽ ഏകദേശം 114 കോടി വർത്ത് വരുന്ന സ്റ്റോക്കുകൾ വിൽക്കുന്നുണ്ട്. ഫ്ലോർ പ്രൈസ് നിശ്ചയിച്ചിരിക്കുന്നത് LTPയിൽ താഴെയാണ്. സംഘി ഇൻഡസ്ട്രീസ് കമ്പനി, അംബുജ സിമെൻറ്റും രവി സിംഗും ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് 3.52% സ്റ്റേക്ക് സെല് ചെയ്യുന്നുണ്ട്. ഈ 2 ബ്ലോക്ക് ഡീലാണ്, ശ്രദ്ധിക്കുക. മൊസഡോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് കമ്പനിക്ക് ഗവൺമെൻറ് നവരത്ന സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിഷ്ണുപ്രകാശ് പുങ്കാല കമ്പനിക്ക് 273 കോടി രൂപയുടെ ഒരു ഓർഡർ UPയിൽ നിന്ന് ലഭിച്ചു. M&M ഫിനാൻസിൻ്റെ CFO റിസൈൻ ചെയ്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഗുൽഷൻ പോളിസ് കമ്പനി, ഇവരുടെ പുതിയ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ആസാമിൽ, അതിൽ നിന്ന് കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ അവർ ആരംഭിച്ചു. കോഫോർജ് കമ്പനി സിങ്ടി ടെക്നോളജിയിൽ 26% സ്റ്റേക്ക് അക്യൂർ ചെയ്തു. സംഗീസ് ഇലക്ട്രിക്കൽ കമ്പനി കാനഡയിൽ ഇവരുടെ ബിസിനസ് വിപുലപ്പെടുത്തി. GMDC കമ്പനി ഊർജ വികാസമായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. ടൈം ടെക്നോപ്ലാസ്റ്റ് കമ്പനി 55 കോടി രൂപയുടെ ഓർഡർ കിട്ടി. അൾട്രാടെക് സിമെൻറ്റ് UAEയിൽ റാസൽ ഖൈമയിൽ ഇവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുകയാണ്. അദാനി പോർട്ട് S&P അദാനി പോർട്ടിനെ അപ്ഗ്രേഡ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസുകൾ. മറ്റുള്ള ന്യൂസുകൾ നമ്മൾ ടെലഗ്രാം ചാനലിൽ നമ്മൾ കൊടുക്കും. അതുപോലെ തന്നെ നമ്മളുടെ വെബ്സൈറ്റിൽ ഇന്നത്തെ ബ്രേക്ക്ഔട്ട് സ്റ്റോക്ക്, IPO അങ്ങനെയുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സിനും വേണ്ടിയ 2 വിഭാഗം ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് അവിടെ ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സപ്പോർട്ടിംഗ് ആയിട്ടുള്ള മറ്റുള്ള ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്യാം. ഏറ്റവും താഴെ കാണാം നാസ്ഡാക്ക് പോസിറ്റീവായിരുന്നു, എന്നാൽ ഡോ കാണാം 300 പോയിൻ്റ് ഇടിഞ്ഞു. അതിന് മുകളിൽ ക്ലോസ് ചെയ്തത് 3 യൂറോപ്യൻ മാർക്കറ്റാണ്, 3ഉം റെഡിലാണ്. ഈ ഏറ്റവും ടോപ്പിലുള്ളത് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ബിറ്റ്കോയിൻ പോസിറ്റീവാണ്. ഗോൾഡ് 2318. ഏഷ്യൻ മാർക്കറ്റ് പൊതുവെ മിക്സഡായ ഒരവസ്ഥയിലാണ്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ കാണാം എല്ലാം പോസിറ്റീവിൽ അടച്ചു. കാരണം ഇന്നലത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഗെയിന് അവിടെ റിഫ്ലക്റ്റ് ചെയ്തു. ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ട് 52,600, റെസിസ്റ്റൻസ് 53,000 ആണ്. 53,500 അടുത്ത റെസിസ്റ്റൻസ്, 54,000 അടുത്ത റെസിസ്റ്റൻസ്, സപ്പോർട്ട് 52,000 ആണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കും. ഇപ്പോൾ ഉള്ള സ്പോട്ടിൽ നിന്ന് സ്വാഭാവികമായ രീതിയിൽ റൗണ്ട് ഫിഗർ ആയിട്ടുള്ള 53,000 എന്നൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം ഇപ്പോൾ ഓൾറെഡി തന്നെ ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഓപ്പണിംഗ് ആണ്. അപ്പോൾ അവരൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങുകയാണെങ്കിൽ ഒരു ഷോർട്ട് കവറിങ് നമ്മൾ പല സമയങ്ങളിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പോകേണ്ട കാര്യമില്ല, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ സ്റ്റിൽ കഴിഞ്ഞ ദിവസം മിഡ് ക്യാപ്പ് റെഡിലായിരുന്നു ഉണ്ടായിരുന്നത്. കുറച്ച് സ്റ്റീൽ ഫെർട്ടിലൈസർ കമ്പനീസിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. എസ്പെഷ്യലി മിഡ് ക്യാപ്പ് കമ്പനീസിലാണ്. ലാർജ് ക്യാപ്പ് കമ്പനീസിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കാണണമെങ്കിൽ അതിന് FIS വിചാരിക്കണം. FIS പക്ഷേ ഇന്നലെ ബൈയിങ് ആയിരുന്നു. ഇന്ന് അവരുടെ ആക്ടിവിറ്റി കീനായിട്ട് വാച്ച് ചെയ്യണം. അവർക്ക് ഒരു ബൈ ആണെങ്കിൽ മാർക്കറ്റിൻ്റെ എത്രമാത്രം ഹൈ ആണെന്നും നോക്കാതെ വീണ്ടും ബൈ ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് FISൻ്റെ ഒരു രീതി. അതായത് ഒരു ട്രെൻഡ് അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോകും.
നമുക്ക് തോന്നും ഇപ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് കാണുമെന്ന്, പക്ഷെ നടക്കില്ല. അതുപോലെ തന്നെയാണ് മാർക്കറ്റ് ഇടിയുമ്പോഴും. മാർക്കറ്റ് ഇടിയുമ്പോൾ നമുക്ക് തോന്നും ഇത് എക്സ്ട്രീംലി ഓവർ സോൾഡ് ആയില്ലേ, ഇനിയിപ്പോൾ എന്താണ് സെല്ല് ചെയ്യാനുള്ളതെന്ന്. പക്ഷെ അതിൻ്റെ പുറകെ കൂടി FIs വീണ്ടും സെല്ല് ചെയ്തു. അതായത് ഒരു പ്രത്യേക ഒരു ട്രെൻഡ്, ഒരു ഡയറക്ഷൻ കൺഫേം ചെയ്യുന്നത് ഒരു FISൻ്റെ ഒരു ആക്ടിവിറ്റീസ് കാരണമാണ്. അപ്പോൾ അത് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. വൈകിട്ട് 7 മണിക്ക് വിശദമായിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റായിട്ട് എത്താം. താങ്ക് യു.